സ്നേഹത്തിനറിവില്ല ഈ നമ്മൾ പിരിയില്ല പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടാം ദുഃഖങ്ങളെ സ്റ്റേജിൽ കയറാനൊക്കെ പേടിയായി ഇപ്പൊ അതൊന്നുമില്ല. വന്നപ്പോഴാണ് അറിയുന്നത് എന്റെ അത് കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സൊക്കെ നല്ലതായിരുന്നു. അയ്യോ ഞാൻ ഒരാളെ കൂടെ കൊണ്ട് വന്നത് കൊണ്ട് മാണ്ട്രയ്ക്ക് പോലെ എൻ്റെ അടുത്ത് ഒട്ടി നടക്കൊണ്ടായിരുന്നു. അതിപ്പോ അതൊന്ന് ഡിസ്റ്റൻസ് ഇട്ടാലല്ലേ എനിക്ക് വേറെ എവിടെയെങ്കിലും ഫ്രണ്ട്സിനെ നടക്കാം. പക്ഷെ ഞാൻ ഫീൽ അല്ല ഇവര് രണ്ടുപേരും പിന്നെ ജിഷ്ണു സിജി ഇവരൊക്കെ ആയിട്ട് വളരെ നല്ല ക്ലാസ്സാണ്. ഇപ്പൊ ഞാൻ കൂടെ നിനക്ക് 3 മാസം വന്നെന്ന് പറയാ പക്ഷെ ക്ലാസ് ആകുന്ന 1.5 മാസം ഞാൻ നീ നിർത്തറ എല്ലാം നൈസായിരുന്നു. പിന്നെ എന്റെ ബ്രദർ ഇവിടെ പഠിച്ച എന്റെ സിസ്റ്റർ ഇവിടെ പഠിച്ച അവര് എന്റെ അടുത്ത് വന്നു ചോദിച്ചപ്പോ അത് പറയാൻ വിചാരിക്കും. ഇപ്പൊ അത് വയനാട്ടിലോട്ട് എല്ലാവരും നല്ല സഹകരണമായിരുന്നു. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ ബുക്കാണ്. ഈ 3 മാസം സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 3 മാസം കൊണ്ട് ഞാൻ അധികം അങ്ങനെ ആരോടും കമ്പനി ആവുന്നു. ബോയ്സോട് അത്രയും കമ്പനി ആവുന്നില്ല. ഇവിടുത്തെ എല്ലാ ചേട്ടന്മാരായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. ഇവിടുത്തെ ടീച്ചറായാലും സാറാണെങ്കിലും എല്ലാവരും കുറേ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ക്ലാസ് എല്ലാം സാറ് നല്ല കമ്പനിയാണ്. പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു. വീട്ടിൽ ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇതുപോലെ ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് ഞാൻ പിന്നെ ജോലിക്കൊക്കെ പോകുന്ന തീരുമാനം എടുത്തത് ഞാൻ അവിടെ വന്നതിന് ശേഷം. പിന്നെ സാറുമാർ എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. എല്ലാത്തിനും ഒരുപാട് സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. പിന്നെ കൂട്ടുകാർ എല്ലാവരും പുതിയ കൂട്ടുകാർ പല സ്ഥലത്തു നിന്നായിരുന്നു. പക്ഷേ എല്ലാവരും പെട്ടെന്ന് കമ്പനി ആവുകയും ചെയ്തു. ഞാൻ ഒന്നും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ആവുമെന്ന്. പക്ഷെ പെട്ടെന്ന് തീർന്ന പോലെ വിഷമം പോലെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ടായിട്ട് നന്ദി. പഠിക്കാൻ പോയാലും തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവർ അന്വേഷിച്ചു എന്നോട് പറഞ്ഞു ഇതുപോലെ ക്ലാസ് ഉണ്ട്, നമുക്ക് പോകാമെന്ന്. അങ്ങനെ പെട്ടെന്ന് വന്ന് അഡ്മിഷൻ എടുത്തു. പിന്നീട് പുതിയ കുറേ കൂട്ടുകാരെ കിട്ടി. പിന്നെ നല്ല ക്ലാസ്സുകളായിരുന്നു. എല്ലാവരും നല്ലപോലെ ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താണ് പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ
നിങ്ങൾ എങ്ങനെ ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു അതേപോലെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇത് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഒരു 3 മാസത്തെ കോഴ്സ് ചെയ്യുന്നത് അതേ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക്. കാരണം നിങ്ങൾ ആണ് എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ആസ് എ ടീച്ചറായിട്ട് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് ബാച്ച്. മിസ് സാർമാര് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം. പോസിറ്റീവ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെല്ലാം പൊളിയാണെന്നുള്ള ഒറ്റ വാക്ക് മാത്രം പറയുന്നു. കാരണം ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്തത് ജൂൺ മാസത്തിൽ അല്ലേ? ജൂൺ മാസത്തിൽ ജോയിൻ ചെയ്യുന്നു. ഞാനിവിടെ മെയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ നാൾ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം അത്യാവശ്യം എനിക്ക് ജോലിയുടെ ആവശ്യം എന്നുള്ള ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത്. ഫസ്റ്റ് ഞാൻ രാജീവ് സാറിനെ വിളിച്ചത്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് വിളിച്ചത്. കാരണം എൻ്റെ ഏജിൽ നിങ്ങളൊക്കെ ഏജ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിവിടെ വന്നിട്ട് എങ്ങനെയായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് മിണ്ടാതിരിക്കും. ഇപ്പം ഞാൻ പഠിച്ചെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെ ആർക്കും ഓർമ്മ കാണാൻ സാധ്യതയില്ല. കാരണം ഒരു സ്ഥലത്തിന് സൈലൻ്റ് ആയിട്ടിരിക്കുക, എല്ലാവരും നോക്കുക, പോവുക, അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു പാട്ട് പാടാൻ പോലും ഞാൻ അവസരത്തിനൊക്കെ ഞാൻ കയറിയിട്ടില്ല. ഡാൻസ് എനിക്ക് അറിയത്ത പോലുമില്ല. ഞാൻ ഒരു സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴത്തേനും സ്റ്റേജിൽ കയറിയിട്ട് ഫസ്റ്റ് ടൈമിനൊക്കെ നല്ല വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറ്റുമോ ചെയ്യാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചു. ഇവിടെ വന്നിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിറ്റി, അനക, ഷബാന, ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ബാക്കി കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇതുപോലെ ഇവരെ നല്ല മിസ് ചെയ്യും. എനിക്ക് നല്ല വിഷമം സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഫേസ് കണ്ടിട്ട് മനസ്സിലാക്കുന്നവരെ 3 പേരും എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ സംസാരിക്കാത്ത ആളായിട്ട് തന്നെ എനിക്ക് ഇവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. മനസ്സിലാക്കുന്ന സമയത്താണ് ഇവരെ 3 പേരെ കിട്ടിയത്. പിന്നെ ഇവരൊക്കെ ഫസ്റ്റ് ടൈമിൽ ഇവർ വന്നിട്ട് എനിക്ക് ഇവർക്ക് വിടാൻ പറ്റുന്നത് ഒരു ചെറിയ കൊച്ചുങ്ങളല്ലേ എൻ്റെ എങ്ങനെ സംസാരിക്കും. ഞാനൊരു സർജനാണ്. പിന്നെ എനിക്ക് ബോയ്സിൽ അങ്ങനെ ഫ്രണ്ട്സേ ഇല്ല. ഒറ്റ ഫ്രണ്ട്സോട്ടില്ല. എനിക്ക് ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേന് ഗീത മിസ്സിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം എനിക്ക് മിസ് ഭയങ്കര സംസാരമായിട്ട് ഞാൻ വിചാരിച്ചത് ഭയങ്കര ഇതല്ലേ. പെട്ടെന്നാണ് എനിക്ക് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കേരളാണ്ട് പോയത്. അപ്പോഴത്തേക്ക് പിന്നെ ഇവരൊക്കെ ഷബാടെ കണ്ടിട്ടൊന്ന് സംസാരിച്ചപ്പോഴത്തേന് ഞാൻ ഈ കൊമേഴ്സിലോട്ട് പോയി. ഫസ്റ്റ് വന്നപ്പോൾ ദാസാറിനെ കണ്ടപ്പോഴത്തേന് എൻ്റെ പകുതിക്കിൽ പോയി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതോളം വെച്ചിട്ട് നല്ലതാണ്. ഇങ്ങനെ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര നല്ലതായിരുന്നു. ഫാക്കൽറ്റീസും അതുപോലെ ക്ലാസ് സാറും ടീച്ചർ സാറും രാജീവ് സാറും ഇതുപോലെ എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു. കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഫ്രീ ആയിട്ട് കോഴ്സ് നടത്തുന്നുണ്ട്. പിന്നെ 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വലിയ അവാർഡ് 3 മാസം വലിയ മനസ്സിൻ്റെ മനസ്സോട് വന്നിരിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് 3 വർഷം കോളേജിൽ പഠിച്ചതിനേക്കാളും ഹാപ്പിയാണ്. പിന്നെ കുറേ അനിയത്തിമാരെയൊക്കെ കിട്ടി. പിന്നെ 2 ചേച്ചിമാരെ കിട്ടി. പോലും കുറേ എണ്ണത്തിനെ കിട്ടി. സംസാരിച്ചിട്ട് ഒന്നുമില്ല. ആദ്യമായിട്ട് ഇവിടെ വന്നേ പിന്നെ സംസാരിക്കാൻ ആദ്യമേ സൈഡിൽ ഇല്ലായിരുന്നു. ഞാൻ എന്നെ കിട്ടി. പിന്നെ വേറെ കിട്ടി. ഞങ്ങൾ ഇത്ര പേരായിരുന്നു. അത് ഇവരൊക്കെ എടുത്ത് ഇപ്പോഴും പറയും എനിക്ക് ജാലയായിരിക്കും അത് വേണ്ടാത്തതാണ് എൻ്റെ ഒരുമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെ ആയാലും ആരുടെ ഇങ്ങനെ പോയി സംസാരിച്ചിട്ട് ഒന്നുമില്ല. ക്ലാസ്സിലൊക്കെ ഒരു സൈഡിൽ പോയിരിക്കും. ബോയ്സിൻ്റെ അടുത്ത് മിണ്ടത്തില്ല. ഗേൾസിൻ്റെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് മാത്രം അത്രേ വരുന്ന വിടത്തുള്ളൂ. അങ്ങനെ ആരുടെ മിണ്ടത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ അന്ന് പറയും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. ക്ലാസ്സായിരുന്നു. നല്ല ടീച്ചേഴ്സായിരുന്നു. നല്ല കുട്ടികളായിരുന്നു. എല്ലാവരും പറഞ്ഞോണ്ട് എനിക്ക് അതിന് സ്റ്റേജ് ഫിയർ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുറച്ചും കൂടി മാറിയത് കാരണം കുറേ ഫ്രണ്ട്സ് കിട്ടി. അതിന് മുമ്പ് അനിയത്തിമാരെ കിട്ടി, അനിയന്മാരെ കിട്ടി, കൂട്ടുകാരന്മാരെ കിട്ടി. അനിയന്മാരുടെ കൂട്ടുകാരാണ്.
ചേച്ചിമാർ, മിസ്, സാറ് എല്ലാവരും നല്ല ജോലി ആയിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇതുവരെ ഒരിടത്തും ഒരു കാര്യം ആരോടും മൈക്കിനകത്തായിട്ട് ഒന്നും പറയാത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ടൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഒരു പേടിയില്ലാതെ പറയാൻ കാരണം ഇവർക്കാണ്. ജിഷ്ണ ആയാലും എനിക്ക് കുടുംബപരമായിട്ട് ആരുമില്ല. അപ്പം എനിക്ക് അനിയത്തി ഉള്ളതെന്ന് വെച്ചാൽ ദൈവം, എൻ്റെ കൊച്ചത്തിൻ്റെ മോള. എനിക്ക് അതേപോലെ ഒരാൾ ജിഷ്ണ. ഞാൻ അതേപോലെ ജോലി എടുക്കുന്നത്. പിന്നെ 3 മാസം പെട്ടെന്ന് പോയെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നി തുടങ്ങിയത്. കാരണം വരുന്നതും പോകുന്നതും അറിയാത്തതുപോലെ ആയിപ്പോയി. ഇ-കൊമേഴ്സിന്റെ ഡൊമൈനായ ദാസാറ്, സാറ് ചിരിക്കാറില്ല, വരിക, ക്ലാസ് എടുക്കുക, പോവുക. അല്ലാതെ സാർ നമ്മൾക്കൊന്നും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കത്തില്ല. സാർ ഭയങ്കര ഒരു ഹാർഷായിട്ടാണ് നമുക്ക് തോന്നി തുടങ്ങിയത്. എല്ലാവരും പറയും, ഓ ആ സാറിന്റെ ഫ്രണ്ട്സായിട്ട് നമ്മൾ ഇരിക്കെ തന്നെ നമ്മൾ സംസാരിക്കാറുണ്ട്, ആ സാറിന്റെ അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഗീതു മിസ് ആണെങ്കിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെല്ലാം അനാഥ പിള്ളേരെ പോലെ ആകുന്നു. ഗ്രൂപ്പിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചൊരു കാര്യമാണ്. പക്ഷേ ഓണ സെലിബ്രേഷന്റെ കാര്യമൊക്കെ ആയപ്പോൾ സാർ ഇങ്ങോട്ട് വന്ന സോങ് ആയാലും ഡാൻസ് ആയാലും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ജെയ്സൺ സാർ, പിന്നെ നമ്മൾ വന്നപ്പോൾ തൊട്ട് ആ ഇ-കൊമേഴ്സിന്റെ ആകെ പ്രതീക്ഷയെന്ന് വെച്ചാൽ ഒരു സാർ ഉണ്ടല്ലോ, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ട് നടക്കാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ജെയ്സൺ സാറിനെയാണ് നോക്കിയത്. പക്ഷെ സാർ ഇപ്പം നമ്മുടെ സാറല്ല, നമ്മുടെ ഗ്രൂപ്പിലൊരാൾ ജസ്റ്റ് രീതിയിൽ പറയാൻ പറ്റും. പിന്നെ ഗീതു മിസ്, അത് മിസ്സായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചേച്ചിയായിട്ടേ. കാരണം എപ്പോൾ നോക്കിയാലും മിസ്സിന്റെ ചുണ്ട് എപ്പോഴും ഒരു പുഞ്ചിരി, നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിച്ചോണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനും എടുക്കാനും നിന്നിട്ടുള്ളൂ. മിസ്സിന്റെ ക്ലാസ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടിയതൊക്കെ നല്ലതായിരുന്നു. പിന്നെ രാജീവ് സാറിന്റെ ജോബിന്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും പലരും ഇവിടെ എത്തിച്ചേരാൻ ഇടയുണ്ടായത് സാർ വിചാരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ഡാൻസും പാട്ടും എല്ലാം ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ അതൊരു 7ാം ക്ലാസ് വരെ ഞാൻ CBSE സ്കൂളിൽ പഠിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അതിന് സെലിബ്രേറ്റ് ആയിരുന്നു. അതിന് ശേഷം എന്നോട് ഡാൻസിനും പാട്ടിനും ഇറങ്ങരുത് വീട്ടിൽ നിന്ന് തന്നെ വിലക്കുകളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. എനിക്ക് എൻജോയ് ചെയ്യാൻ തോന്നിയ ലൈഫ് ഒന്നേ ഉള്ളൂ. അത് ആരുടെയും ഇതിനു വേണ്ടി സ്പോയിൽ ചെയ്യരുത്, പക്ഷെ മറ്റുള്ളവർക്ക് വേദനിക്കരുത് എന്ന രീതിയിൽ ഞാൻ എൻ്റെതായ ലൈഫിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ തോന്നി. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇവിടെ വന്ന് ശരിക്കും ഒരുപാട് മെമ്മറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഓണപരിപാടിയൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ അപ്പുറത്ത് സോഫ്റ്റ്വെയറിലാണ് പഠിക്കുന്നത്. ഞാൻ 2 വർഷം കൊമേഴ്സ് പഠിച്ച്, +1 +2 കൊമേഴ്സ് ആയിരുന്നു, ഡിഗ്രിയും കൊമേഴ്സ് ആയിരുന്നു. കണക്ക് മേടിച്ചിട്ടാണ് ഞാൻ ഇവിടോട്ട് വരേണ്ട അങ്ങോട്ട് പോയത്. പറയാം, അപ്പം അവിടെ ചെന്ന് കയറിയിട്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എൻ്റെ പൊന്നോ, ഇതിനകത്ത് കയറിയ ബുക്കെടുത്താൽ പിന്നെ പേന കത്ത് വെക്കാനോ എഴുതി ഒരുപാട് വരും. നമ്മുടെ ഗീതു ടീച്ചർ എല്ലാത്തിനും സപ്പോർട്ട്, എന്തെന്ന് പറഞ്ഞാലും ടീച്ചർ ഓക്കെ നീ ചെയ്തോ. ടീച്ചറിനോട് വേണ്ടാന്ന് പറയുന്നില്ല. ദാസാറിന്റെ കാര്യം ഞാൻ ഇപ്പം പറയാം. ദാസാറാണെങ്കിൽ നമ്മൾ ഭയങ്കര ദേഷ്യമൊക്കെയാണെന്നാ പറയാം. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞൊരു നിൽക്കാന്നിട്ടൊരു ചിരിയാ. ഇത് ഞാൻ ഇപ്പോഴും കുറച്ച് നാളായി കണ്ടിട്ടുണ്ട്. അതുവരെ ഞാൻ വിചാരിച്ചു സാറ് ഭയങ്കര ദേഷ്യമായിരിക്കും, നമുക്ക് സാറിനോടൊന്നും പറയാൻ പറ്റും. സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. ആദ്യം ഞാൻ ഇവിടെ നിന്ന് അഡ്മിഷൻ എടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ ടീച്ചറെ ഞാൻ പോവാ, കയറുന്നില്ലെന്ന് ഞാൻ ഇറങ്ങിപ്പോയി. ദാസാർ വെളിയിൽ നിന്നൊരു ചോദ്യം, എവിടെ പോവാന്ന്. ഞാൻ ഇവിടെ കൂടെ വന്നതാണ്. സാറിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. സാറിങ്ങനെ ഒരു തിരിഞ്ഞൊരു നിൽക്കൊണ്ടൊരു ശരിയാണ് കാണാൻ നല്ല രസമുണ്ട്. സാർ പറയാം, ഞാൻ ആദ്യമായിട്ടുള്ള പരിപാടിയാണ് ഇംഗ്ലീഷ്. ഞാനാണെങ്കിൽ ഞാൻ അവരോട് കഷ്ടപ്പെട്ട് പഠിക്കുമോ ശരിയാവും. ഞാൻ അവരോട് പിന്നെ പറഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞതേ എനിക്ക് അവരോട് മൊത്തം കയ്യാനങ്ങ് പോയി. സാർ അതിന് പറയാൻ ഇനി ഒന്നുമില്ല. അങ്ങനെ പേടിച്ച് ഞാൻ എന്നാലും അവരോട് ഞാൻ പറയാം ശരിയാവും. അവരും പറയും ശരിയാവും, നീ പറഞ്ഞ സൂപ്പർ സപ്പോർട്ടാണ്. ഇവിടെ വന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സാറ് പിന്നെ ഇവിടെ വന്ന് പറയും
ഫുള്ള് നെഗറ്റീവ് 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 ഇങ്ങനെ പറയുന്നത്. ശരിയാക്കണവരുടെ സൗണ്ട് ശരിയായില്ല, ഇവിടെ ഇരിക്കുന്നവരെന്നെ പിടിച്ച് തിന്നോ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ. എനിക്ക് ദൈവമേ 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 എവിടെയെങ്കിലും ആരും എങ്ങനെയാലും ഇതൊന്ന് നിർത്തണേ, ഭൂമി തുറന്നൊക്കെ താഴോട്ട് പോണേ. എനിക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കാൻ ഇങ്ങനെ ഞാൻ ഇവിടെ വന്ന് പറയാൻ എനിക്കൊരു ഇവിടെ വന്നതിന് ശേഷം ഡിബിറ്റേക്ക് വന്നതിന് ശേഷം ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എവിടെയൊക്കെ പഠിക്കാൻ പോകണം, പഠിക്കാതെ അല്ലെങ്കിൽ ജോലിക്ക് എന്തെങ്കിലുമൊക്കെ ഇറങ്ങി പോകണം. അങ്ങനെ ഞാൻ കുറേ അടുത്ത് പഠിക്കാൻ പോയപ്പോഴാണ് ഇതുപോലെ ഒപ്പീനിയൻ ഞാൻ ഒരുപാട് മാറിയല്ലോ. എനിക്കറിയാം ഞാൻ ഒരുപാട് ഇപ്പോൾ എനിക്ക് പേടി എല്ലാവരും ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന കൊള്ളത്തില്ല, എൻ്റെ ചിരി കൊള്ളത്തില്ല അതൊക്കെ പറഞ്ഞു. ചിലപ്പോൾ തമാശക്കായിരിക്കും പറയാം, പക്ഷെ ഞാൻ പിന്നെ ചിരിക്കുന്നേ സംസാരിക്കുന്ന ഞാൻ പറയാം ഈ ലോകത്ത് ഏറ്റവും നല്ല ചിരി എല്ലാവരെയും പോലെ ഒരു ഗ്രൂപ്പ് വഴിയാണ് ഞാനിവിടെ വന്നത്. ഒരു അൾട്രാ പ്രോ മാക്സ് ഇൻവേർട്ടറായ എനിക്ക് ആദ്യമായിട്ട് കൂടെ ഒരാളില്ലാതെ ഇവിടെ വന്നു കുറച്ച് പ്രയാസമായിരുന്നു. കാരണം ഞാൻ ആരോടും വളരെയധികം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അവിടെ നിന്നവരെ കണ്ണു തള്ളുന്നു. ഒരാളോട് എനിക്ക് വലിയ കൂട്ടുകാരെ ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല, എനിക്കുള്ളത് കൊച്ചുണ്ടായിരുന്നു കൂട്ടുകാർ. അപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോൾ പണ്ട് പോലെ സോഫ്റ്റ്വെയർ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കോഴ്സ് വന്നപ്പോൾ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് സോഫ്റ്റ്വെയർ എടുത്തു. പിന്നെ ഇവിടുത്തെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഡിബിടെക്കിൻ്റെ പെൻസിലും പറയണമെന്ന് പറയുന്നത്. ഇരുപതിൻ്റെ കാര്യം പറഞ്ഞാൽ മിസ് സന്തോഷമായാലും സങ്കടമായാലും മിസ് ചിരിച്ചുകൊണ്ടായിരുന്നു ജീവിക്കുന്നത്. പിന്നെ ഞങ്ങളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലും മിസ് ഒന്ന് ദേഷ്യപ്പെടുന്നതും ചിരിച്ചുകൊണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതനുസരിച്ച് ആ ഒരു ഞങ്ങളെപ്പോലെ തന്നെയാണ് മിസ്സിൻ്റെ കാര്യം. പിന്നെ അതേപോലെ ദാസാറിൻ്റെ കാര്യം, ദാസാർ കുറച്ച് ദേഷ്യപ്പെട്ട് ഇരിക്കുന്നെങ്കിലും സാറും ഭാവമാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചിരുന്ന ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു നോക്കില്ല. ദാസാർ നല്ലതാണ്. അതുപോലെ തന്നെ ജെയ്സൺ സാർ ഒരു സാറായിട്ടല്ല കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ ജെയ്സൺ ബ്രോ. ജെയ്സൺ സാറും വരെ ഒരുമിച്ച് പിന്നുള്ളത് രാജേഷ് സാറാണ്. സാറ് പിന്നെ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമേ സാറിന് പാട്ടാണ് ഓർമ്മ. സാറും പൊടിയായിരുന്നു. എന്തുവരും ഈ 3 മാസം വളരെ ചെറുതായി പോകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് നാളോടെ ഉണ്ടായിരുന്നെങ്കിലുള്ളായിരുന്നു. 3 വർഷം കോളേജിൽ പഠിച്ചപ്പോൾ ഈ കിട്ടാത്ത വൈബാണ് ഉണ്ടായത്. ഞാൻ 3 വർഷം കോളേജിൽ ഒരിക്കൽ പോലും കോളേജിൽ ഒരു പ്രോഗ്രാമിൽ പോയിട്ടില്ല. ഞാൻ ഇവിടുത്തെ ഓണം പരിപാടിയും ഇങ്ങനെ ഇപ്പോൾ ഈ നിമിഷം വരെ ഇവിടെ മൈക്ക് കൊണ്ട് നിൽക്കുന്നു. ഓക്കെ, ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇനി എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? താങ്ക് യു. എന്നെ പറയാണെങ്കിൽ ഞാനിവിടെ വരാൻ കാരണം അമ്മ ന്യൂസ് പേപ്പറിനകത്ത് ഒരു ആർട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ബേസിലാണ് വന്നത്. ഞാൻ ഇതിനു മുന്നേ പഠിച്ച സ്ഥലത്ത് ഞാൻ ഇന്നേ ഒരാളടുത്ത് അങ്ങനെ കിട്ടിയിട്ടില്ല. കാര്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ആരടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 1-2 പേരോ അല്ലാതെ ഉണ്ട്, അല്ലാതെ ഉള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്നത്. ഞാൻ വന്നു കയറിയ സമയത്ത് ഒരുമാതിരി ഒറ്റപ്പെടൽ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലൊക്കെ നോക്കുന്നു, എല്ലാവരും അവരവരായിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു മഹത്വമായിട്ട് അഭിജിത്ത് കെ ലരി ഞാൻ മിണ്ടിയപ്പോ ഞാൻ വിചാരിച്ച് ആള് ഭയങ്കര സംഭവമായിരിക്കും, ഇച്ചിരി ബുദ്ധിയുള്ള കൂട്ടത്തിലായിരിക്കും, എന്നെ പോലൊന്നും അല്ല.
നല്ലതായിരിക്കും വിചാരിച്ചു. പക്ഷെ മിണ്ടിയപ്പോഴാണ് അറിഞ്ഞത് എന്റെ കാര്യം കഷ്ടമാണ്. പിന്നെ അതേപോലെ ഇരുന്നപ്പോഴാണ് എന്തോ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ. എനിക്ക് എല്ലാവരും ഒരേപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 4 പേര് ഒറ്റ ഇതാണ് കിട്ടും, എല്ലാത്തിനും ഒരേപോലെ. എന്നാൽ ഒരുത്തരെങ്കിലും ഒരു ഇതുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല, എല്ലാവരും ഒരേപോലെ, അതും ഒറ്റ ഗ്രൂപ്പില്ല. അപ്പൊ അതായപ്പോഴത്തേക്ക് ഇൻട്രോവേർട്ട് ആയിരുന്ന ഞാൻ ഇപ്പം എനിക്ക് എന്തോ എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കാൻ ഒരു ഇതായി. നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ അടുത്ത് വിളിച്ചപ്പോൾ എനിക്ക് എനിക്ക് തോന്നലായിരുന്നു മിണ്ടാനങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുന്ന ഒരാളുടെ അടുത്തുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഫീർ പോലെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ മിണ്ടത്തില്ലായിരുന്നു. പക്ഷെ എന്തോ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും അതേപോലെ അങ്ങനെ ക്ലാസ്സിൽ നമ്മൾ ഡോല് പോലും നമ്മൾ പാചക ചേച്ചി എല്ലാവരും ഭയങ്കര ഇതായിട്ടായിരുന്നു. കുടുംബാംഗങ്ങളെ പോലെ തന്നെയായിരുന്നു നമ്മൾ ഇത്ര നാൾ പോയിക്കൊണ്ടിരുന്നത്. ഈ 3 മാസത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഞാൻ ആദ്യം വന്നത് കോളേജിലെ ഗ്രൂപ്പ് വഴി ഇങ്ങനെ ഇൻവിറ്റേഷൻ തന്നപ്പോൾ ഞങ്ങൾ വന്നത് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞ് വന്നതാ. അന്നേരം 1 മാസം ആവുന്നതിന് മുമ്പേ ഞാൻ നിർത്തിയിട്ട് ഞാൻ പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നാളുകൂടെ നിന്നിട്ട് പോവാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിർത്തിയേ. ഇവിടെ വരുമ്പം കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനും അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ കൂടുതൽ മാറ്റം വന്നത് മോനിഷയ്ക്കായിരിക്കും. അവളെ ഒന്നിനും പോകാതെ മാറി മാറി നിൽക്കുന്നത്. പിന്നെ എന്തോ വിശ്വാസം കൊണ്ട് അവളാകുമ്പോൾ ഞങ്ങൾ കൂടെ നിൽക്ക്. ഇവരൊക്കെ നല്ലതായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് കോളേജിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടുത്തെ ഞങ്ങളോട്. അതുകൊണ്ട് വളരെ 3 മാസം പോയത് പോലും അറിഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കല്യാണം വീടുകളിൽ വിളിക്കണം. അവള് പറഞ്ഞിട്ട് കൂട്ടിന് വന്നതാ. ചുമ്മാ 3 മാസം പോകുന്നെങ്കിൽ പോകണമെന്ന് വിചാരിച്ച് വന്നതാ. അവളെ ഡാൻസ് കളിക്കാൻ പറ്റി, പുതിയ കൂട്ടുകാരെ കിട്ടി, എല്ലാവരോട് സംസാരിക്കാനൊക്കെ പറ്റി. എല്ലാവരും ജോലിക്ക് പോകണം അത് വേറൊരു കോഴ്സിന് പോകണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആഡ് കണ്ടത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി. പിന്നെ അന്വേഷണ കാര്യങ്ങൾക്കായി രാജേഷ് സാറിനെ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എത്തിയതിനു ശേഷം ഫ്രണ്ട്സിനെ കിട്ടുമെന്നൊക്കെ പേടിച്ചിട്ട് വരികയായിരുന്നു. പക്ഷേ എനിക്ക് 6 പേരെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു പരിചയം പോലും ഇല്ലാഞ്ഞിട്ടും ഞങ്ങൾ 6 പേരും ഭയങ്കര ഫ്രണ്ട്സായി. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഓണം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ IB പിന്നെ ഇതിന് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ ഇനി ഭാവിയിൽ ഉപകാരപ്പെടും. 3 മാസത്തെ കോഴ്സ് അടിപൊളിയായിരുന്നു. മേഘ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, വരാൻ പറഞ്ഞെന്നെ കൊണ്ടുവന്നു. പിന്നെ അവരെന്നെ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു ആരും അങ്ങനെ കമ്പനി ആവത്തില്ലെന്ന് വിചാരിച്ചു. കാരണം എല്ലാം പല ഏജ് ഗ്രൂപ്പ് അല്ലേ, അപ്പം അങ്ങനെ കമ്പനി ആവത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും നല്ല സൂപ്പറായിരുന്നു, നല്ല സൂപ്പർ ക്ലാസ്സിലായിരുന്നു. സോഫ്റ്റ്വെയർ നല്ല അടിപൊളിയായിരുന്നു, എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോറടിച്ചില്ല. ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ പിന്നെ ക്ലാസ് എല്ലാവരും അടിപൊളിയായാലും ഇവിടെ തന്നെ നിന്നു. പിന്നെ എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു, അത് നല്ലതായിട്ട് മാറി. പിന്നെ നല്ലതായിരുന്നു. പിന്നെ മിസ്സായാലും സാർമാരായാലും എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ ഈ കൊമേഴ്സുകാരോടായാലും ഭയങ്കരമായിട്ട് കമ്പനി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ചുറ്റി വന്നപ്പോഴല്ല എനിക്ക് രേവതി ചേച്ചി, സോഫ്റ്റ്വെയറിലെ രേവതി ചേച്ചി എന്ന് പറഞ്ഞ് സമ്പാദന പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പം ചുമ്മാ ഒന്ന് കീറി വെക്കുക. അപ്പോൾ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ കൊടുത്തു, ഒന്നും നോക്കി. ഞാനിവിടെ സോഫ്റ്റ്വെയറിൽ കയറാനാണ് വന്നത്. മെയിനായിട്ട് സോഫ്റ്റ്വെയർ എടുക്കാനാണ്. സോഫ്റ്റ്വെയർ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ഈ കൊമേഴ്സ് വന്നിരുന്നു. അപ്പം എൻ്റെ മേഖലയല്ല, കൊമേഴ്സ് പഠിച്ച് വന്നവർക്ക് ഒരു ഇതിന് അപ്പോൾ അത് തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ അതിലൂടെ ചെയ്യാം. കോളേജിലാണ് 3 വർഷം, അവസാന വർഷം ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സ് ആയാലും ഇതൊക്കെ. പക്ഷെ ആ ഒരു 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു 3 മാസം കൊണ്ട് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ പിന്നെ സാറുമാർ പിന്നെ സിംഹം പോയി. ഞങ്ങളിങ്ങനെ സൂമിൽ നിന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ സിംഹം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞങ്ങളുടെ ദാസാറാണ്. ഒരു അഡ്മിൻ സാറ് ഞങ്ങളൊക്കെ അവിടെ ഭയങ്കര ശരിയായിരുന്നു. പിന്നെ ജേസൺ സാറ്, പിന്നെ ടീച്ചറ്, ഇവരെ കുറിച്ച് എല്ലാവരും എല്ലാം പറഞ്ഞു. ഇനി ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാജീവ് സാറിന് ഒരു കാര്യം പറഞ്ഞാൽ ഞാനിവിടെ എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ഓണം സെലിബ്രേഷൻ വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു വാ നമുക്ക് കളിക്കാം, ഡാൻസ് കളിക്കാം. ഞാൻ
പിന്നെ നോക്കിയില്ല. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരെയും പരിചയം പണിക്ക് വന്നെങ്കിൽ ഇവരെ മുന്നിലായിരിക്കും. എനിക്ക് ഏറ്റവും മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇന്റർവ്യൂവിലെ ഫസ്റ്റ് പറയുന്നത് ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ 2 ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, ജോലിക്ക് പോയിട്ടുണ്ട്. ഒരു ജോലി കിട്ടിയപ്പോൾ തന്നെ കൊറോണയായി, അളവ് പോയെന്ന് പറഞ്ഞാൽ പിന്നെ പോയില്ല, പിന്നെ വീട്ടിലിരുന്നു. കൊറോണയായി, പിന്നെ അതുവഴി അളവ് പോയി. പിന്നെ ഇവിടെ വന്ന ആ ഇന്റർവ്യൂ ചെയ്ത് മൈ സെൽഫ് പഠിച്ചു. എനിക്കത് ഏറ്റവും കൂടുതൽ ഭാവിയിൽ മനസ്സിലാക്കാൻ തോന്നുന്നു. പിന്നെ 4 വർഷത്തിന് ശേഷം പഠിക്കാറുണ്ട്. കുറെ ഫ്രണ്ട്സ് ഇപ്പൊ പുതിയതായിട്ട് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. എന്നോട് പറയുകയാണെങ്കിൽ ഗേൾസിൻ്റെ അടുത്ത് കുറച്ച് നേരത്തെ ഞാൻ വന്ന ഫീൽഡ് തുടങ്ങി. പിന്നെ എല്ലാവരും നല്ല കമ്പനി സോഫ്റ്റ്വെയറിലായാലും നമ്മുടെ ക്ലാസ്സിൽ പൊതുവെ എല്ലാവരും വീണ്ടുവരാം. പിന്നെ അൽഫിൻ്റെ ആയാലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. പക്ഷെ കമ്പനി ആയി കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളുടെ സെയിം ബൈക്കുള്ള ഇതാണ്. അത് ജയ്സൺ സാർ പറയുകയും ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടാണ് അവരിങ്ങനെ ആയത്. അത്രയും പാടിയാണ് ഞങ്ങൾ ജയ്സൺ സാർ പറയുന്നത്. പിന്നെ സാറുമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ദാസാർ എല്ലാവരും വന്ന് ദാസാർ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ക്രൗഡാണ്, എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ദാസാർ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. എന്ന് വെച്ചാൽ വിഷയം അവർ പറയാറുണ്ട് ദാസാർ നിന്നോട് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ അടുത്ത് അത്രയ്ക്ക് അധികം വേണ്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മിസ് എല്ലാവരും ഒരേപോലെ കാണത്തുള്ളൂ. കാരി സാറായാലും ദാസാറായാലും നമ്മൾ 4 പേരും ഞങ്ങളെല്ലാവരെയും ഒരുപോലെ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണപ്പരിപാടി നല്ലൊരു ആവശ്യമുണ്ട്. കാരണം 4 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് പഠിക്കാൻ വന്നിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്ന ആളുകൾ അല്ലാതെ നാട്ടിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആഘോഷിക്കുക. മിസ് രാജീവ് സാർ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഈ വഴി പോയതായിരുന്നു. അപ്പോൾ ഈ യൂണിഫോമിൽ കുറേ പിള്ളേരെ ഞാൻ കണ്ടു. അതിൽ നോക്കാനത്ത് കുറേ ചെറുപ്പക്കാർ പിള്ളേർ അതിൻ്റെ കൂടുതൽ കേളാറുണ്ട്. നമ്മുടെ പ്രതീക്ഷനാണ്. കാരണം എൻ്റെ പ്രായത്തിന് 10-15 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് ചോദിച്ചോ പറഞ്ഞ് ഇന്നപോലെ പഠിക്കുക, നീ ഇപ്പോഴും പഠിക്കുന്ന ഉള്ളതാണ് ചോദിച്ചു. പറഞ്ഞ് ഇതുപോലെ ഞാൻ ആരെ വിളിച്ച് ഞാൻ അവരുടെ ചോദിച്ചു. നോളജൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ പഠിച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സോഫ്റ്റ്വെയർ സീറ്റില്ല, എന്തോ ചെയ്യാൻ അറിയാൻ വയ്യ. അപ്പോൾ ദാസാർ വന്ന് പറഞ്ഞു ഇത് സോഫ്റ്റ്വെയർ എന്തിന് എൻ്റെ അടുത്തൊരാളെ വന്നിരുന്നപ്പോൾ ഞാൻ മുഖത്തോട് നോക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ അങ്ങ് മാറി. ഇനി ഞാൻ ഓരോരുത്തരെ എടുത്ത് പറയാം. അബുഷയാണ് തോന്നുന്നു. മോനെ വല്ലതും കഴിച്ചോടാണ് ചോദിച്ചത്. ഞാൻ ഈ അമ്മച്ചി പിന്നെ ഇവിടെ വന്നിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന 6 ഡയലോഗ്. I am 25 years old. അനുജ കുറേ ഈ ഇടയ്ക്ക് അവൻ ഉണ്ടെന്ന് ഇന്ത്യപ്പം കുഴപ്പമില്ല. ഒരു കൊച്ച് അശ്വതിയുടെ കാര്യമാണ്. ഞാൻ സ്റ്റെപ്പിലിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത് അശ്വതി അതിൻ്റെ ലീഡറായിരുന്നു. ഓടി എൻ്റെ അടുത്ത് എടാ നാളെ സ്റ്റോർ ചെയ്തേക്കണം. ഞാൻ ചെയ്യൂല്ലയോ ഒന്നും പറഞ്ഞില്ല, ചെയ്തേക്കണം. എന്നിട്ട് ഒറ്റ പോകും. ഞാൻ സ്റ്റോറി ചെയ്തു. ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. സേതു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നാൽ വേണ്ടി ഓരോ എവിടാ സ്ഥലം എവിടാ പഠിച്ചെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സേതുവായിട്ട് അങ്ങനെ കമ്പനിയായി തുടങ്ങി. സേതു ആദ്യമേ കമ്പനിയായി അവർ ഭയങ്കര വൈറ്റ് ബാക്കി ഞാൻ വിളിച്ചാണ് എങ്ങനെ വന്ന് അവന് കൊടുത്തു. അങ്ങനെയാണ് ആ ഒരു ഓർമ്മ എനിക്ക് ആദ്യമേ രേവതി ഓർമ്മ വരുന്നത്. പിന്നെ കിടക്കാൻ എന്തറിയാം സോറി പറയുന്നു, അത് പറയുന്നു, എന്തൊക്കെ മലയാളങ്ങളുണ്ട്. എല്ലാം വന്നത് പിള്ളേർ തന്നെ. അടുത്ത നമ്മുടെ പരിമളം. പരിമളമല്ല, സോറി, ഷെഹീന. ഞങ്ങളുടെ പേരാണ് പരിമളം. ഷെഹീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധിയാണ്. കുറച്ചെങ്കിലും ബുദ്ധിയൊക്കെ മന്ദബുദ്ധി ചെയ്യാൻ
ക്ലാസ്സിലെ ഒരു 6 നോട്ട് വരച്ചിട്ട് അതുപോലെ തന്നെ ജോർജ് personalities, but we were all brought here together through faith. This isn't a goodbye, but a see you later as you embark on your new adventures. I wish you all very best in your future endeavors to shine your unique light. I, Sneha Sabu George, finally signing off as your anchor from the beginning to the end of this course programs for both the batches.